വെൽക്കം ടു ട്രൈഡ്റൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം, കഴിഞ്ഞ ആഴ്ചകളുടെയൊക്കെ അനാലിസിസ് നടത്തുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു FEGയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത് വലിയൊരു വീഴ്ച നടത്തിയ ക്യാൻഡിലിനെയാണ് ബ്രേക്ക് ചെയ്തതിനു ശേഷം താഴോട്ടേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് നോക്കിയാൽ കാണാം വലിയ രീതിയിൽ തന്നെ നല്ലൊരു റിജക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ബെയറിഷ് ക്യാൻഡിൽ ആയിട്ടില്ല. ദാറ്റ് മീൻസ് മാർക്കറ്റ് വീണ്ടും കുറച്ചുകൂടി മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അവിടേക്ക് എത്തുകയെന്ന് വെച്ചാൽ അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകണമെന്നില്ല. ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു FEGയിലേക്ക് വീണ്ടും വരാം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും വരാൻ കാരണമുണ്ട്. കാരണം മുകളിൽ നിന്ന് വലിയൊരു റിജക്ഷൻ കിട്ടിയതുകൊണ്ടാണ്. എനിവേ നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വീക്ക്ലിയിൽ വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ഒരു വലിയ റിജക്ഷൻ പാറ്റേൺ ആണ് കിട്ടിയിരിക്കുന്നത്. മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യാതെ വലിയ രീതിയിൽ ഒരു വീഴ്ച വന്നിട്ട് താഴോട്ടേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. നമ്മൾ വീക്കിലേക്ക് വരുന്ന സമയത്ത് ഈ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന റെഡ് ലൈൻ ഒന്ന് മുകളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മന്ത്ലിയിൽ വരച്ച റെഡ് ലൈൻ ഒന്ന് മുകളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ മാർക്കറ്റ് വീക്ക്ലിയിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് ചിലപ്പോൾ ഒന്നും കൂടി മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത വീക്ക്ലിയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീക്ക്ലിയിൽ എത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലൈനാണ്. അവിടെയും മാർക്കറ്റ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കുറച്ച് ഈ ലെവലിലേക്ക് ഇറങ്ങാം. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു FEGയിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. എനിവേ ഇതെല്ലാം ഇത്തിരി കൺഫ്യൂഷൻ ആക്കുന്നതാണ്. നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കിട്ടും. അതിനു വേണ്ടിയിട്ട് ഡേയിലേക്കാണ് പോകുന്നത്. വൺ ഡേയിൽ നോക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഏരിയയുടെ മുകളിലാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു FEG ഉണ്ട്. അതിനൊന്ന് കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഈ ഏരിയയുടെ മുകളിൽ ഇവിടം വരെ ഈ ഒരു FEGയുടെ ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട്. സോ അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കുകയാണെങ്കിലും ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് നല്ലൊരു കൺസോൾട്ടേഷൻ ലെവലാണ്. സോ അത് മാർക്ക് ചെയ്യുന്നിടുന്നില്ല, നമുക്ക് 4 ഹവറിൽ പോയിട്ട് മാർക്ക് ചെയ്തിടാം. താഴോട്ടേക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് സപ്പോർട്ടുകൾ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. എന്തായാലും 4 ഹവറിൽ പോയിട്ട് നമുക്ക് മാർക്ക് ചെയ്തിടാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു FEG കൂടി ഉണ്ട്, അതിനെ റെസിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെയും നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. രണ്ടും വലിയ ഏരിയാസ് ആണ്, അത്ര ചെറിയ ഏരിയകളല്ല. ഇനി താഴോട്ടേക്ക് വന്ന സപ്പോർട്ട് ഏരിയാസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. നോക്കിയാൽ കാണാം, ഈ ലെവൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു ലെവലിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെയും നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന FEG ലെവലാണത്. അതിന് ഓൾറെഡി അവിടെ നോക്കിയാലും കാണാം, അവിടെയും നല്ലൊരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. മൾട്ടിപ്പിൾ ലെവൽ വന്നിട്ട് മാർക്കറ്റ് ഈ ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. രണ്ടും അടുത്തടുത്തുള്ളത് കൊണ്ട് തന്നെ ഇത് മാർക്ക് ചെയ്തിടുന്നില്ല, അല്ലെങ്കിൽ ബോക്സ് മാർക്ക് ചെയ്തിടുന്നില്ല. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യ സപ്പോർട്ടിൽ നിന്ന് തന്നെ 56.788, 59.496, 61.822 ആൻഡ് 64.499. അടുത്ത് 67.398, 70.776, അടുത്തത് 73.325, അടുത്തത് 76.734. ഇത്രയാണ് നമ്മുടെ പ്രൈസ് റേഞ്ചുകൾ. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യത നോക്കാം. 1 ഹവറിലേക്ക് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് കാര്യങ്ങൾ. നോക്കിയാൽ കാണാം, വളരെ ടൈറ്റ് ആയിട്ടുള്ള റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ് 1 ഹവറിൽ നിൽക്കുന്നത്. സോ നമുക്ക് അപ്പൊ പെട്ടെന്ന് ഒരു എൻട്രി സാധ്യത പറയാന്നുള്ള ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഒരു പാറ്റേൺ വേണമെങ്കിൽ പറയാം, അത്ര തന്നെയുള്ളൂ. കാരണം താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ്
ഇവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് തരികയാണെങ്കിൽ, ഇതുപോലെ ഒരു മൂവ്മെന്റ് തരികയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. അങ്ങനെയാണ് ആ ബൈ എൻട്രി അവസാനിക്കുന്നത് എവിടെ വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ ആയിരിക്കും. റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രത്യേകത ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാരണം അവിടെ FEG ഉണ്ട്. ഇനിയിപ്പോ അവിടുന്നും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ, ബ്രേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ബ്രേക്ക് ആയിരിക്കില്ല, മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും. ചിലപ്പോൾ ഇവിടേക്ക് തന്നെ വരാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ വന്നതിന് ശേഷം നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് എത്തി. അവിടെയും ശ്രദ്ധിക്കേണ്ട ഈ റെഡ് ലൈനും അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ലെവലൊക്കെ ശ്രദ്ധിക്കണം. ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ റിവേഴ്സലോ റിജക്ഷനോ തരാനുള്ള സാധ്യത ഉണ്ട്. രണ്ടും ശ്രദ്ധിക്കുക, റിജക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ റിവേഴ്സലോ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സാധ്യത വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ വന്ന് താഴെ വന്നിട്ട് എടുത്ത് നല്ലൊരു ബ്രേക്ക്ഔട്ട് തരുന്നതാണ്. അങ്ങനെ ബ്രേക്ക്ഔട്ട് തരുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ കിട്ടാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പൊ നിൽക്കുന്ന ഏരിയ തന്നെ നോക്കിയാൽ കാണാം, ഈ ഒരു ലെവൽ നല്ലൊരു മൊമെന്റ് തന്ന ലെവലാണ്. ഈ ലെവലിൽ നിന്ന് തന്നെ നല്ലൊരു ക്യാൻഡിൽ മുകളിലോട്ട് തന്നാലും ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഒരു റിജക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് കുറച്ചും കൂടി പോയിട്ട് കാര്യങ്ങൾ അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി താഴോട്ടേക്കുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെവല്, അതായത് ഇപ്പൊ കാണുന്ന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സപ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു FEGയിലേക്കോ മാർക്കറ്റ് വീണ്ടും എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇവിടുന്നും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ബൈക്കുള്ള ചാൻസ് കിട്ടുകയാണെങ്കിൽ. ഇത് ഇവിടുന്ന് ഒരു ബൈക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ വലിയൊരു ടാർഗറ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എനിവേ ശ്രദ്ധിക്കേണ്ടത് ബൈക്ക് ചാൻസ് കിട്ടൽ മാത്രമല്ല, തൊട്ട് മുകളിൽ എന്തായിരിക്കും അവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ സപ്പോർട്ട് വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എനിവേ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാത്രം ടാർഗറ്റും നോക്കുക, അതുപോലെ തന്നെ എൻട്രികളും കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഇവിടെ ഈ ഏരിയാസിലൊക്കെ വന്നതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ആ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് റിജക്ഷൻ കിട്ടുമെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടുമെന്നോ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. ആദ്യമേ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവിടെ ഏതൊക്കെ പാറ്റേൺസ് നമുക്ക് കിട്ടുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കേണ്ടത്. ഒരിക്കലും മുൻധാരണയോടുകൂടി ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.